നമസ്തേ. നമസ്കാരം. സാർ, ഇന്ത്യ ലൈവിലേക്ക് സ്വാഗതം. നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് ചർച്ചകൾ പങ്കെടുത്തിട്ടുണ്ട്. അന്നൊക്കെ മൈനോറിറ്റി മോർച്ച, BJP മൈനോറിറ്റി മോർച്ചയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിട്ടും മുനമ്പത്തിൻ്റെ സമരനായകനുമായിട്ടാണ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് കുവൈറ്റിൻ്റെ ഭരണാധികാരിയുടെ സെക്രട്ടറിയായി അങ്ങ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പോപ്പിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. പോപ്പുമായിട്ട് ഒന്നിച്ചിരുന്ന് സംസാരിക്കാനുള്ള ഒരു അവസരമുണ്ടായി. എങ്ങനെയാണ് എനിക്ക് ചോദ്യം ഇതാണ്, എങ്ങനെയാണ് ഇത്രയും ഒരു ക്രിസ്ത്യൻ വിശ്വാസിയായ പോപ്പുമായിട്ട് വരെ സംസാരിച്ച ഒരാൾ BJPയിലേക്ക് എത്തിയത്? BJPയിലേക്ക് എത്തിയത് എൻ്റെ വീട് നഷ്ടപ്പെടുമെന്ന് തോന്നിയപ്പോൾ, BJP അല്ലാതെ വേറൊരാരും ഞങ്ങളെ രക്ഷിക്കാനില്ലെന്ന് തോന്നിയപ്പോൾ അതിലൊരു മെമ്പർഷിപ്പ് എടുക്കുകയും അതിൽ എല്ലാവരും BJPനെ ഒഴിവാക്കണമെന്നും BJPയെ തള്ളിപ്പറയാനായിട്ട് ശ്രമിച്ചപ്പോൾ ഞങ്ങൾ ശക്തമായിട്ട് കൂടെ നിന്ന് BJP അല്ലാതെ മുനമ്പത്തിന് വേറൊരു രക്ഷയുമില്ല, അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ BJPയിലേക്ക് ചേർന്നതും. പിന്നെ നന്ദി സൂചകമായിട്ട്, കാരണം എൻ്റെ വീട്ടിൽ എനിക്കിന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇന്ന് മോദി സർക്കാർ കൊണ്ടുവന്നത് ആ പുതിയ നിയമത്തിൻ്റെ ഒറ്റ ബലത്തിലാണ്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഞങ്ങളുടെ അവസ്ഥ ഇന്ന് എന്തായിരിക്കും. കാരണം പറ്റിക്കപ്പെട്ട ഒരു കൂട്ടം വിഭാഗമാണ് ഞങ്ങൾ. ഒരു തെറ്റും ചെയ്യാതെ ഒരു കൂട്ടം ആൾക്കാരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പറ്റിക്കപ്പെട്ട ഒരു കൂട്ടം വിഭാഗമാണ് ഞങ്ങൾ. പക്ഷേ ഇന്ന് BJP ഉള്ളത് മാത്രം, ഞാൻ വീണ്ടും പറയുന്നു, BJP ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്കിന്ന് ഞങ്ങളുടെ ഗൃഹങ്ങളിൽ സ്വസ്ഥമായി കിടന്നുറങ്ങാൻ പറ്റുന്നത്. മുഴുവനുമായി ഞങ്ങളുടെ കാര്യങ്ങളൊന്നും ശരിയായി വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. കാരണം നിങ്ങൾക്കറിയാം, അത് ഒരു കോടതിയിലിരിക്കുന്ന ഒരു വിഷയം, അതിൻ്റേതായ സമയമെടുക്കും. പക്ഷേ പുതിയ നിയമപ്രകാരം ഇപ്പോൾ വഖഫ് ബോർഡിൻ്റെ പുതിയ ഉമീദ് പോർട്ടൽ, നിങ്ങൾക്കറിയാം, ഉമീദ് പോർട്ടലിൽ ഞങ്ങളില്ല. കാരണം വഖഫ് ബോർഡ് യാതൊരുവിധ രേഖകളുമില്ല. ഉമീദ് പോർട്ടലിൽ ചേർക്കണമെങ്കിൽ ഔദ്യോഗികമായിട്ട് എല്ലാ രേഖകളും വേണം. ഇവരുടെ കയ്യിൽ യാതൊരുവിധ രേഖകളില്ലാത്ത കാരണം ആ ഒരൊറ്റ കാരണത്താൽ ഞങ്ങളിപ്പോൾ അതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി ഈ വരുന്ന 27-ാം തീയതി സുപ്രീം കോടതിയിലൊരു കേസുണ്ട്. അത് നടത്തുന്നതും BJPയാണ്. BJP കേരള ഘടകം രാജീവ് ചന്ദ്രശേഖർജിയുടെ നേതൃത്വത്തിൽ ഷോൺ ജോർജിനെ ഇൻചാർജാക്കിയിട്ട് ചെയ്യുന്നൊരു കേസാണ്. അതിലുപരി വേറൊരു കേസും ഉണ്ട് സുപ്രീം കോടതിയിൽ, മുസ്ലിം ലീഗ് പോയതിനെതിരെ. അത് ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല. അതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് കാസ എന്ന് പറയുന്ന സംഘടനയോടാണ്. കാരണം ആ ഒരു കേസ് ഞങ്ങൾക്ക് വേണ്ടി റെപ്രസെൻ്റ് ചെയ്യുന്നത് കാസയാണ്. എല്ലാവരും കാസയെ തള്ളിപ്പറയുമ്പോഴും ഞങ്ങൾക്ക് സഹോദര തുല്യമായ ഒരു സംഘടനയാണ്. കാരണം ഇന്ന് മുനമ്പം സമരത്തിന് 2 കോ പാർട്ട്നേഴ്സ് ഉള്ളൂ. ഒന്ന് ഞങ്ങൾ സമരം ചെയ്യുന്ന ആൾക്കാർ, ഒന്ന് SNDP യോഗവും, പിന്നെ ഒന്ന് കാസയുമാണ്. അപ്പോൾ കാസ ഞങ്ങൾക്ക് വേണ്ടി ഒരു കേസ് സുപ്രീം കോടതിയിൽ, പ്രമുഖ അഭിഭാഷകനുണ്ടല്ലോ കൃഷ്ണരാജ് സാറ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലൊരു കേസുണ്ട്, കാസ കൊടുക്കുന്നുണ്ട്. അത് അവർ ഈ കേസിനൊക്കെ മുമ്പ് കൊടുത്തിരിക്കുന്ന ഒരു കേസാണ്. അതിന് എത്ര നന്ദി പറഞ്ഞാലും കാസ എന്ന സംഘടനയോട് മുനമ്പത്തുകാർ എന്നും കടപ്പെട്ടവരായിരിക്കും. കാരണം എത്രയോ സംഘടനകൾ ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് വന്നിട്ടെങ്കിലും ഒരു കേസിൻ്റെ ഒരു കാര്യം പറഞ്ഞ് ഒരു സംഘടന എന്ന നിലയിൽ കാസ ഞങ്ങളെ വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ BJP ഘടകം രാജീവ് ചന്ദ്രശേഖർജി, അദ്ദേഹം ഇപ്പോൾ ഞങ്ങൾ ജയിച്ചതിന് ശേഷം അദ്ദേഹം എപ്പോഴും, ഞങ്ങളിപ്പോൾ ഈ അമിത് ഷായുടെ വിസിറ്റിനോടനുബന്ധിച്ച് ട്രിവാൻഡ്രത്ത് പോയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ മെമ്പറായും ഞങ്ങൾ BJP സംസ്ഥാന കാര്യാലയത്തിൽ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, മൈ മോസ്റ്റ് ഫേവറേറ്റ് ബോർഡ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളോട്, അപ്പോൾ അതിൻ്റേതായ അവരുടെ ശ്രദ്ധ ശരിക്കും ഞങ്ങളിലുണ്ട്. പിന്നെ എങ്ങനെ ഇതിന് മുമ്പത്തെ എൻ്റെ പ്രൊഫൈലിനെ കുറിച്ച് ചോദിച്ചത്, ഞാനിപ്പോൾ ശരിക്കും നാട്ടിൽ കംപ്ലീറ്റായിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷമേ ആയിട്ടുള്ളൂ. ഞാൻ ഇതിന് മുമ്പ് 23 വർഷത്തോളം ഞാൻ കുവൈറ്റിലായിരുന്നു. 1 വർഷം ഞാൻ UAEയിലൊരു ചെറിയൊരു കാര്യം ചെയ്തു. ബട്ട് പ്രൊഫഷണലി ഞാൻ 23 വർഷം കുവൈറ്റിലായിരുന്നു. മരിച്ചുപോയ ലേറ്റ് ഹൈനസ് ഷെയ്ഖ് സബ അൽ സബയുടെ മൂത്ത മകൻ ഷെയ്ഖ് നാസർ അൽ സബ, അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. ആസ് പെർ അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ ബോഡി ഗാർഡ് കൂടിയായിരുന്നു. ഓൾ ഇൻ ഓൾ അതെങ്ങനെയാണ് ഈ കുവൈറ്റിലേക്ക് എത്തുന്നത്? കുവൈറ്റിലെ ഞാൻ കൊച്ചി ലേ മെറിഡിയൻ ഹോട്ടലിൽ അവിടുത്തെ ഒരു എംപ്ലോയി ആയിരുന്നു. 2000-ൽ 2002 ഹിസ് ഹൈനസ്, അതായത് എൻ്റെ
ലേറ്റ് ബോസ് ഷെയ്ഖ് നാസർ. അദ്ദേഹം ഒരു ചികിത്സ സൗകര്യാർത്ഥം അദ്ദേഹം ഒരു സുഖചികിത്സയ്ക്കായിട്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകളും കൂടെ കേരളം വിസിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാനവിടെ എംപ്ലോയി ആയിട്ട് അങ്ങനെ കണ്ടു. അതിനിടയിൽ കുറേ സ്റ്റോറീസ് ഉണ്ട് അദ്ദേഹമായിട്ട് കണ്ടതും അദ്ദേഹത്തിന് എന്നെ ഇഷ്ടപ്പെടുന്നതും. അപ്പോൾ ആ സമയത്ത് ഞാൻ PSC ടെസ്റ്റ് കഴിഞ്ഞ് എക്സൈസ് ഇൻസ്പെക്ടറിൻ്റെ സെലക്റ്റഡ് ആയിട്ട് പോകാനായിട്ടിരിക്കുകയായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് മരിച്ചുപോയ ലീല ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിൽ അതിൻ്റെ ഓണറിൽ ലീല കൃഷ്ണൻ സാറിന് മെറീഡിയനിലെ 2-3 വിസിറ്റിലൂടെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അപ്പോൾ ഞാൻ മെറീഡിയനിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഒരു ഹൈനസ് വിസിറ്റ് ചെയ്തു, എന്നെ ഇഷ്ടപ്പെട്ടു. അതിനിടയിൽ കുറേ കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നിരുന്നു. പിന്നീട് എനിക്ക് ഒരിക്കൽ കുവൈറ്റിൽ നിന്ന് കോൾ വരുന്നു, ആർ യു വില്ലിങ് ടു വർക്ക് വിത്ത് അസ് എന്നുള്ളൊരു കോൾ വന്നപ്പോൾ അന്ന് എനിക്ക് ആരോട് എന്ത് ചോദിക്കുമെന്നുള്ള അറിയാം. അന്ന് ഞാൻ സാറിനോട് സാറിൻ്റെ അടുത്ത് അന്നൊരു ഫോൺ ചെയ്ത് അദ്ദേഹം കണ്ണൂർ അദ്ദേഹത്തിൻ്റെ ഒരു വീട്ടിലേക്ക് ഞാൻ ഫോൺ ചെയ്തു. അദ്ദേഹം പറയുന്നു, നീ ഇവിടെ ചാരായവും ഇതും പിടിച്ച് നടക്കേണ്ട ആളല്ല, എനിക്കറിയാം ഈ വ്യക്തിയെ, സോ യു ക്യാൻ നീ കുവൈറ്റിലേക്ക് പോകുന്നതാണ് നല്ലത്. ബട്ട് ഞാൻ കുവൈറ്റിലേക്ക് പോയി. ഒരു സെപ്റ്റംബർ 2004 ഒരു സെപ്റ്റംബർ 23rd ഞാൻ കുവൈറ്റിലെത്തുന്നത്. അപ്പോൾ എനിക്ക് അവർ വെച്ചിരുന്ന പ്രൊഫൈല് ഹൈനസ് പുതുതായിട്ടൊരു പാലസ് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ, അതായത് റൂളർക്ക് വേണ്ടി ഒരു പുതിയൊരു പാലസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇൻചാർജായിട്ട് അതിൻ്റെ ഓൾ ഇൻ ഓൾ ആയിട്ടാണ് എന്നെ സെലക്ട് ചെയ്ത് കൊണ്ടുപോയത്. ബട്ട് ദൈവത്തിൻ്റെ ഒരു പദ്ധതി എന്ന് പറയുന്ന പോലെ ഞാൻ ഇന്ന് കുവൈറ്റിൽ ലാൻഡ് ചെയ്യുന്നു, പിറ്റേ ദിവസം എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. എന്നെ പറഞ്ഞു വിട്ടത് അവിടെ നമ്മുടെ മലയാളികൾക്കെന്നും മലയാളി എന്ന് പറഞ്ഞ പോലെ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു കൂട്ടം മലയാളികൾക്ക് മനസ്സിലായി ഇവനിവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിലനിൽപ്പുണ്ടാവില്ല. അതായത് ഞാൻ 23-ാം തീയതി എത്തുന്നു, 24-ാം തീയതി അവരും അവിടെയുള്ള കുറച്ച് സ്റ്റാഫ് മാനേജ്മെൻറ്റ് ലെവലിലുള്ള ആൾക്കാരെ കൂടി ഒരു ഇല്ലാ കഥ ഉണ്ടാക്കുന്നു. അതായത് ഇവൻ പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞത് ഞാനന്ന് എനിക്ക് ആരാണെന്ന് പോലും അറിയാൻ പാടില്ല. അതായത് ഇന്ന് രാവിലെ 8:20 വന്ന് രാത്രി ഇങ്ങനെ ഇതുണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ എന്നെ കുവൈറ്റിൽ നിന്ന് ഒരു 22 കിലോമീറ്റർ കടലിലൂടെ പോയി കഴിഞ്ഞാൽ ഫൈലാക്ക ദ്വീപ് എന്ന് പറയുന്ന ഒരു ദ്വീപുണ്ട്, ആ ദ്വീപിലേക്ക് സ്ഥലം മാറ്റം എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു കുവൈറ്റ് ഇത്രയും സമ്പന്ന രാഷ്ട്രമല്ലേ, അപ്പോൾ ഞാനൊരു മാൽഡീവ്സ് സൈഷൽസ് രീതിയിലുള്ളൊരു ദ്വീപായിട്ടാണ് ഈ ഫൈലാക്കയെ കാണുന്നത്. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് അന്ന് ആ 18 കിലോമീറ്ററോളം നീളമുള്ളൊരു ഒരു ഐലൻഡാണ്. അവിടെ ആകെ 16 പേരുണ്ടായിരുന്നു. അവിടെ കൊണ്ടുപോയി ഇട്ടു. അപ്പോൾ ഞാൻ ടെലിഫോൺ ആക്സസും കാര്യങ്ങളൊന്നുമില്ല. 5-ാം ദിവസം ഞാൻ തീരുമാനം എടുക്കുകയാണ്, അത് ഇനി ഏതായാലും അവരുടെ കയറാൻ പറ്റില്ല, തിരിച്ച് നാട്ടിലേക്ക് പോരാം എന്നുള്ളൊരു തീരുമാനത്തിൽ അമ്മച്ചിയെ വിളിക്കുന്നു, ഞാൻ പറയുന്നു, എൻ്റെ വൈഫിനെ വിളിക്കുന്നു, ഞാൻ പോരാൻ പോയാണ്. ഇതാണ് കാരണം. ബിക്കോസ് ഞാനും ഒരു 3-4 മലയാളികളുണ്ട് അവിടെ, പിന്നെ എനിക്ക് കൂട്ടുള്ളത് ഒരു പൂച്ചയുമാണ്. ആ ഒരു ജീവിതമാണ്. കാരണം പക്ഷെ ഞാനവിടെ ആ ഫൈലാക്ക ദ്വീപിൽ ഇന്ന് ഫൈലാക്ക ദ്വീപ് ഇത് വേറൊരു ലോകമാണ്. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ കുറച്ച് മലയാളികളായിട്ടുള്ള ഒരു സുനിലുണ്ട്, ഒരു സന്തോഷുണ്ട്, ഒരു സജിയുണ്ട്, അങ്ങനെ കുറച്ച് പേര്. അപ്പോൾ ഞാൻ മാനേജറായിട്ട് തന്നെയാണ് അവിടെ ചെന്നിരിക്കുന്നത്, സാലറിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും. ബട്ട് അന്ന് തിരിച്ചു പോരാമെന്നുള്ളൊരു രീതിയിൽ നിൽക്കുന്ന ടൈമിന് വൈകുന്നേരം വേറെ ഒരു പരിപാടിയില്ല. കാരണം ഒരു ദ്വീപിൽ 4 പോലീസുകാർ, 5 പട്ടാളക്കാർ, ബാക്കി നമ്മളൊരു 4-5 പേരും അടങ്ങുന്ന ഒരു കോർണറിൽ ഇങ്ങനെ താമസിക്കുന്നു. അപ്പോൾ ഈ ദ്വീപിൻ്റെ ഒരറ്റമുണ്ട്, അപ്പോൾ ആ അറ്റത്ത് സൈക്കിൾ ചവിട്ടി വേണം പോകാനായിട്ട്. അപ്പോൾ അന്ന് ഞാൻ അവിടെ സൈക്കിൾ എടുത്ത് ഞങ്ങളെല്ലാവരും കൂടി ഒരു ചെറിയൊരു ട്രിപ്പ് പോലെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഞാൻ കണ്ട കുറച്ച് കാഴ്ചകളാണ് എന്നിലേക്ക് തോന്നിയത് ഇവിടെ നിൽക്കണം. കാരണം യഥാർത്ഥ ആടുജീവിതം അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഒരു ചാവക്കാടുള്ളൊരു ചേട്ടനായിരുന്നു. ഇദ്ദേഹത്തിന് 8 മാസം 9 മാസമായിട്ട് ഈ ദ്വീപിൻ്റെ, അതായത് ഞങ്ങളിൽ നിന്നൊരു 16 കിലോമീറ്റർ മാറി ഇദ്ദേഹം ഒറ്റയ്ക്ക് ഒരു 10-20 ആടും കോഴി ഇതൊക്കെ ആയിട്ട്. അതപ്പോൾ സമ്മർ സീസൺ കഴിഞ്ഞതിന് ശേഷം ഈ ചൂട് വല്ലാതെ അടിച്ച് അദ്ദേഹത്തിൻ്റെ തൊലിയൊക്കെ പോയി. അപ്പം ഞാനപ്പോൾ ആലോചിച്ചത്
അദ്ദേഹം ഞാനൊരു മാനേജറാണ്, എനിക്ക് എല്ലാ സാലറിയും എല്ലാ സൗകര്യങ്ങളും ഉണ്ടെല്ലാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിതം കണ്ടിട്ടാണ് ഇവിടെ എന്തായാലും തന്നെ ആയാലും ഇവിടെ തിരിച്ച് നിൽക്കാം എന്നുള്ളൊരു തോന്നലിൽ നിൽക്കുന്നത്. പിന്നെ ഇതിനിടയിൽ ഞാൻ പറഞ്ഞില്ലേ, ദൈവത്തിൻ്റെ ഒരു പദ്ധതി പോലെ നമ്മളൊരു രാജ്യത്ത് ചെന്നിരുന്നിരിക്കുന്ന ഏറ്റവും വലിയ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയാണ് നമ്മളെ കൊണ്ടുവന്നത്. അദ്ദേഹം ഡയറക്റ്റ് പിക്റ്റായിരുന്നു. അവരൊറ്റ ആത്മധൈര്യം മാത്രം, എന്നെങ്കിലും അദ്ദേഹത്തിന് അറിയാം ഞാൻ കുവൈറ്റിൽ വന്നിട്ടുണ്ട്, എന്നെങ്കിലും പുള്ളി എന്നെ കാണാൻ വരുമെന്ന, എന്നെങ്കിലും പുള്ളിയെ നേരിട്ട് കാണാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം മാത്രമാണ് എന്നെ അവിടെ നിലനിർത്തിയത്. പക്ഷെ ഭാഗ്യം ദൈവത്തിൻ്റെ ഒരു പതിവ്, ഒരു ദിവസം ഹൈനസ് തന്നെ ഒഫീഷ്യലായിട്ട് അവർ മീൻ പിടിക്കാനായിട്ടൊരു ബോട്ടിന് വരികയും ഈ ഫൈലാക്ക ദ്വീപിൻ്റെ കുറച്ചപ്പുറം വെച്ച് ബോട്ടിനൊരു മെക്കാനിക്കൽ പ്രോബ്ലം വന്ന്, അപ്പോൾ ഹൈനസിന് അവിടെ ഫൈലാക്കയിലൊരു പാലസ് ഉണ്ട്. അപ്പോൾ ആ പാലസിൽ പെട്ടെന്ന് വന്നപ്പോൾ അവിടെ വേറെ ആരും ഇല്ലല്ലോ, ഞാൻ തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആ കിട്ടിയ ഒരു ചെറിയൊരു കാലഘട്ടം ഒരു ചെറിയൊരു കാര്യം കൊണ്ട് ഞാൻ എൻ്റെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം കേട്ടുപോയി. അത് കഴിഞ്ഞൊരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ, ഇതിനിടയിൽ കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഷോർട്ട് സ്റ്റോറി പോലെ പറയുന്നുള്ളൂ. അതിനുശേഷം പെട്ടെന്ന് ഒരു ദിവസം ഒരു കോൾ വരുന്നു. ഞാൻ പറഞ്ഞിരുന്നു, കാരണം ഐ ലൈക്ക് ടു ബി വിത്ത് യു, ഐ വോണ്ട് ടു ബി അറൗണ്ട് യു എന്നുള്ളൊരു. അപ്പോൾ ഞാൻ അന്ന് പുള്ളിയുടെ അടുത്ത് പുള്ളി എന്നെ വിളിച്ചു. ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് ഒരു 25ഓളം ബോഡി ഗാർഡ്സ് ഉണ്ട്, അത്രയും തന്നെ സെക്രട്ടറിമാരുണ്ട്. കാരണം നിങ്ങളറിയാം കുവൈറ്റ് ഭരിക്കുന്നൊരു ഭരണാധികാരിയാണ്. അപ്പോൾ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. എനിക്ക് ഈവൻ ഇഫ് ഹി ഹാസ് കോൾ മീ, ഞാൻ ചെന്ന് കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ബട്ട് ഞാൻ 2005-2006 ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക്, അതായത് ആ ഒരു സർക്കിളിലേക്ക് വരുന്നതും. അപ്പോൾ എൻ്റെ ആദ്യത്തെ എനിക്ക് കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ടായിരുന്നു, ജസ്റ്റ് വെരി സ്മോൾ ഡ്യൂട്ടീസ്, അതായത് ഒന്നുമില്ല, ബിക്കോസ് എല്ലാം കൺട്രോൾ ചെയ്യാനായിട്ടൊരാളുണ്ട്. ബട്ട് കൃത്യതയോടെ എല്ലാ ഡ്യൂട്ടീസും ചെയ്തതും എല്ലാം കൃത്യമായിട്ട് പാലിച്ചത് അദ്ദേഹം അത് വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ബൈ ഗ്രേസ് ഓഫ് ഗോഡ് 2009 വന്നപ്പോഴേക്കും ഞാനിതിനിടയിൽ കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഐ വാസ് ഓൾ ഇൻ ഓൾ ഫോർ ഹിം. അദ്ദേഹം എന്നെ വിളിച്ചിരുന്നത് കുല്ലുഷൈ എന്നാണ്. അദ്ദേഹം എന്നോട് എപ്പോഴും പറയുന്നത് മരിക്കുന്നതിന് മുമ്പ്. അപ്പോൾ അദ്ദേഹത്തിനായിട്ട് ഞാൻ ഹൈനസിൻ്റെ കൂടെ കൂടിയപ്പോൾ എൻ്റെ ഉള്ളിലൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു, മരണം വരെയും ഇദ്ദേഹത്തിൻ്റെ കൂടെ നിർത്തണമെന്നുള്ളത്. ബട്ട് എൻ്റെ കൈ പിടിച്ച് ആണ് അദ്ദേഹം മരിച്ചു പോയത്. ഒരു 23 years, one of the best life with the world's most richest man. എനിക്കിന്ന് ഒരു സമ്പന്നനെ കണ്ടാലും എനിക്ക് ഒന്നും തോന്നില്ല, ബിക്കോസ് 23 വർഷം ഐ വാസ് വിത്ത് ദ മോസ്റ്റ് റിച്ചസ്റ്റ് മാൻ ഇൻ ദ വേൾഡ്. ആൻഡ് ഐ നോ, എനിക്കറിയാം എന്താണ് ലോകത്തിൻ്റെ സമ്പന്നതയും. ഇദ്ദേഹമാണ് എന്നെ എല്ലാം കാണിച്ചു തന്നതും എല്ലാം പഠിപ്പിച്ചു തന്നതും. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ യാത്രകളിൽ ഇങ്ങനെ കണ്ണു നിറയുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ആഴം എത്രത്തോളമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ ട്രിപ്സിൽ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ, ഇപ്പം നിങ്ങളിവിടെ കാണുന്നുണ്ട്, ഒരു മന്ത്രി പോകുമ്പോൾ എത്ര പേര് അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ പോകുന്നുണ്ട്. ഇതൊരു രാജ്യത്തിൻ്റെ ഭരണാധികാരി, പ്രതിരോധ വകുപ്പ് മന്ത്രി കൂടിയാണ്. അദ്ദേഹം ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ ഇറ്റ് വാസ് ജസ്റ്റ് മീ. ഒരേ ഒരാൾ, ഒരു 320 എയർബസിൻ്റെ ഒരു ഫ്ലൈറ്റ് വന്ന് ലാൻഡ് ചെയ്യുക, 23-24 ക്രൂ മെമ്പേഴ്സ്, 2 പാസഞ്ചേഴ്സ്. അപ്പം ഞങ്ങൾ തമ്മിൽ തന്നെ, എനിക്ക് ചെസ് അറിയാൻ പാടില്ല, എന്നാലും പുള്ളി എന്നെ ചെസ്സൊക്കെ പഠിപ്പിച്ചു തരും. അപ്പം ഞാൻ ക്രൂ ആയിട്ടിരുന്ന് ചീട്ട് കളിച്ചായിരിക്കുള്ളൂ നമ്മൾ ക്രൂ മെമ്പേഴ്സിൻ്റെ കൂടെ ഇരുന്നിട്ടുള്ളൊരു യാത്ര. സോ ഞാൻ പറഞ്ഞില്ലേ, ഐ ഹാഡ് ദ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ്. എല്ലാത്തിലും പുള്ളി എന്നെ പഠിപ്പിച്ചു എന്നുള്ളതാണ്. എസ്പെഷ്യലി എന്താ പറയുക, നിങ്ങളിപ്പോൾ ആരെങ്കിലും ഇന്ന് ലോകത്തൊരു മനുഷ്യനോട് ഞാൻ പറഞ്ഞു വിശ്വസിക്കില്ല, ഞാൻ അമേരിക്കയ്ക്ക് പോയിരുന്നത് വിസ ഇല്ലാതായിരുന്നു. ആരെങ്കിലും വിശ്വസിക്കുമോ അത്? ഐ യൂസ് ടു ട്രാവൽ. ഞാൻ ലോകത്തിൻ്റെ എനിക്ക് തന്നെ അറിയില്ല. ഇപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ സഞ്ചാരം കാര്യങ്ങൾ ഇതൊക്കെ ഞാൻ അങ്ങനെ പോയി ഇങ്ങനെ പോയി. സത്യത്തിൽ എനിക്ക് തോന്നുന്നു, കാരണം എൻ്റെ ജീവിതത്തിൽ, അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കുവൈറ്റിൽ നിന്ന് കഴിക്കുക, ഉച്ചക്കത്തെ ചായ വേറൊരു രാജ്യത്ത് നിന്ന്, ഉച്ചക്കത്തെ ഊണ് ഒരു രാജ്യത്ത് നിന്ന്, വൈകുന്നേരത്തെ ചായ വേറൊരു രാജ്യത്ത് നിന്ന്, കിടന്നുറങ്ങുന്നത് വേറെ. ഈ ഒരു സിസ്റ്റം എൻ്റെ ജീവിതത്തിൽ സർവ്വസാധാരണമായിരുന്നു.
ഒരു സർവ്വസാധാരണമായിരുന്നു. ഒരു സാധാരണ ഒരു മനുഷ്യന് ഒരു ദിവസം 4 രാജ്യം കവർ ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. എൻ്റെ സാറിന് അങ്ങനെ ട്രാവൽ ചെയ്യാനായിരുന്നു ഇഷ്ടം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങുകൾ ഞങ്ങളെല്ലാം ഷെഡ്യൂൾ ചെയ്യുന്നത് ആ ഒരു രീതിയിലേക്കായിരുന്നു. ഇപ്പം നിങ്ങൾ ചോദിച്ചല്ലോ മാർപ്പാപ്പയുമായിട്ടുള്ള ഇത്രയും അടുപ്പം വരാനുള്ള ഒരു കാരണം. ഇതൊരു 2017 സംതിങ്ങിലാണ് കാലം ചെയ്തു പോയ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രതിനിധി അദ്ദേഹം കുവൈറ്റ് ഒഫീഷ്യലായിട്ട് വിസിറ്റ് ചെയ്യുന്നു. അതായത് വത്തിക്കാൻ്റെ റെപ്രസെൻറ്റേറ്റീവ് വിസിറ്റ് ചെയ്യുന്നു. അദ്ദേഹം എന്തായാലും ഹൈനസിനെ കാണാനായിട്ട് വരും. അപ്പോൾ അവരുടെ മീറ്റിംഗ് കഴിയുന്നു. സോ ആഫ്റ്റർ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നു, സാധാരണ അങ്ങനെയാണല്ലോ, എൻ്റെ സെക്രട്ടറി ഉണ്ട്, യു ക്യാൻ ജസ്റ്റ് കോൺടാക്ട് മൈ സെക്രട്ടറി. ആൻഡ് അദ്ദേഹം അവിടെ നിന്നുണ്ട് ഫിലിപ്പ് എന്നും പറഞ്ഞ് വിളിക്കുന്നു. അപ്പോൾ ഒരു മുസ്ലിം രാജ്യത്ത് ഒരു ക്രിസ്ത്യൻ, അതും ഒരു സെയിൻറ്റിൻ്റെ പേര് അവർക്കത് ഇതാക്കാൻ പറ്റില്ല. അപ്പോൾ പറഞ്ഞത് എന്നെ വിളിച്ചു പറഞ്ഞ് ഇതാ ഹോളി ഹൈനസിൻ്റെ സെക്രട്ടറിയാണ്, സോ യു നീഡ് ടു ബി ഇൻ കോൺടാക്ട് വിത്ത് ദം, ഷെയർ യുവർ നമ്പേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ അവർക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം ഫിലിപ്പ് ജോസഫ് എന്ന് പറയുന്ന ഒരു മുസ്ലിം രാജ്യത്ത് ഒരു ക്രിസ്ത്യാനി, അതും ഒരു വിദേശി, കാരണം പ്രോട്ടോകോൾ അനുസരിച്ച് ഒരു എക്സ്പാറ്റിന് ഇരിക്കാൻ പറ്റുന്ന പൊസിഷനിലല്ല ഞാനിരിക്കുന്നത്. അപ്പോൾ വന്ന ഹോളി ഹൈനസിൻ്റെ പ്രതിനിധിക്ക് കേരളത്തിന് ശരിക്കും അറിയാം, കാരണം അത്രയ്ക്കും കന്യാസ്ത്രീമാരും അച്ഛന്മാരും അവിടെ ഉള്ളതാണ്. അപ്പോൾ പിന്നീട് അദ്ദേഹം പോയി റൂമിൽ എങ്ങനെയോ എന്തോ സംസാരത്തിനിടയിൽ ഹോളി ഫാദറിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുകയും അതൊരു കൗതുകമായിട്ട് അവർക്ക് തോന്നുകയും എന്നെ ഒരിക്കലൊരു കോള് വന്നു, ജസ്റ്റ് യു ഹാവ് എ ഓപ്പർച്യൂണിറ്റി ടു മീറ്റ് ഹോളി ഹൈനസ് എന്നുള്ളൊരു കോള് വന്നപ്പോൾ. സോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം അപ്പം ഞാൻ അന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ഒരു പേപ്പൽ വിസിറ്റ് എന്നും പറഞ്ഞിട്ടൊരു ഒരു ഇമെയിലാണ് എനിക്ക് വരുന്നത്, ത്രൂ അവർ ഓഫീസ് ദിവാൻ എന്ന് പറയും. അപ്പോൾ എൻ്റെ വിചാരം പേപ്പൽ വിസിറ്റ് ഇതെന്ന് പറയുമ്പോൾ സാധാരണ ഹോളി ഹൈനസ് പോകുമ്പോൾ സാധാരണ ആൾക്കാരിങ്ങനെ കൂടി നിന്നിട്ട് അദ്ദേഹം വരും. അപ്പോൾ ഒരു VIP-കൾക്കായിട്ടൊരു ഇതുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കാണും, കണ്ടിരിക്കും. പക്ഷെ ഞാൻ ഇതേപോലെ റോമിൽ ലാൻഡ് ചെയ്യുന്നു എയർപോർട്ടിൽ നിന്ന്. അപ്പോൾ ചെന്നപ്പോൾ എന്നെ പിക്ക് ചെയ്യാനായിട്ട് ഒരു ഫാദറാണ് വന്നത്, ഒരു വൈദികനാണ് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആ ഒരു രീതിയിലല്ല, ഞാൻ ഓൾറെഡി വത്തിക്കാന് ക്ലോസ് ആയിട്ടുള്ളൊരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനൊരു ചെറിയൊരു തിരക്കുള്ളൊരു ജീവിതത്തിനിടയിൽ എനിക്ക് 2 ദിവസം സാറ് തന്നെങ്കിൽ ഞാനത് കുറച്ച് കൂട്ടിയെടുത്തൊരു അന്ന് ഞാൻ ആദ്യമായിട്ടാണ് റൂമിലേക്ക് പോകുന്നത്. സോ റൂം ഒന്ന് കാണാമെന്ന് ഓർത്ത രീതിയിൽ അപ്പോൾ പറഞ്ഞു, ഇല്ല, യു ആർ ഒഫീഷ്യലി ഇൻവൈറ്റഡ് ബൈ ഹിസ് ഹോളി ഹൈനസ്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. പറഞ്ഞു ഇത് നാളെ അദ്ദേഹം 12 പേരെ കാണുന്നുണ്ട്, അതിൽ ഫിലിപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ ഹോട്ടൽ ഇല്ല, ടുനൈറ്റ് യു നീഡ് ടു സ്റ്റേ, പാപ്പ ഒഫീഷ്യൽ റെസിഡൻസിലാണ്. സോ ഞാനങ്ങനെ അവിടെ പോയി താമസിച്ചു. പിറ്റേ ദിവസം രാവിലെ അദ്ദേഹത്തിൻ്റെ, അപ്പം ഞാൻ എക്സൈറ്റ്മെൻറ്റ് കാരണം ഐ കുഡൻറ്റ് സ്ലീപ്പ് വെൽ. ഞാൻ രാവിലെ എണീറ്റ് അപ്പോൾ ഈ പീപ്പിൾ ഇതിൽ പോയ എല്ലാവർക്കും അറിയാം, അവിടെ അതിനകത്തൊരു ചെറിയൊരു ചാപ്പലുണ്ട്. അപ്പോൾ അവിടെയാണ് ഹോളി ഹൈനസിൻ്റെ മാസമുള്ളതെന്ന് പറഞ്ഞു. ഞാൻ രാവിലെ എഴുന്നേറ്റ് ഞാനൊരു 5:30 ആയപ്പോൾ അപ്പോൾ തന്നെ ഞാൻ അവിടെ ചെന്ന് പ്രസൻ്റായിരുന്നു, കാരണം അവരുടെ പ്രോട്ടോക്കോൾ. ഞാൻ ജസ്റ്റ് അലോൺ ആ ചാപ്പലിൽ ഇരിക്കാൻ, മറ്റുള്ളവർ വരുന്നുള്ളൂ. കാരണം പെട്ടെന്ന് ഫുഡ് സ്റ്റെപ്സ് കേൾക്കുന്നു. അപ്പോൾ എൻ്റെ സൈഡിലൊരു ചെയറുണ്ട്, അവിടെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഹോളി ഹൈനസ് അവിടെ മുട്ടുകുത്തിന്ന് പ്രാർത്ഥിക്കുന്നത്. അപ്പം ഞാൻ ഐ വാസ് ജസ്റ്റ് അദ്ദേഹത്തിൻ്റെ കൂടെ. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, അദ്ദേഹത്തിൻ്റെ ഒരു ഗസ്റ്റായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയും പിന്നെ പിന്നീട് ഞാൻ ആലോചിച്ച് എല്ലാവർക്കും ഇത്ര സ്പെസിഫിക് ടൈമേ ഉള്ളൂ. ഞാൻ മനഃപൂർവ്വം 12-മനായി പോയി നിൽക്കുകയും ചെയ്ത് എല്ലാവരും കണ്ടു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ഇത് മതിയല്ലോ. പക്ഷെ അത് നന്നായി, കാരണം പുള്ളിയായിട്ട് കുറച്ച് കൂടുതൽ സംസാരിക്കാൻ പറ്റി. അത് കഴിഞ്ഞു. അദ്ദേഹം എനിക്കൊരു മെഡൽ സമ്മാനിച്ചു, കുറച്ച് കുന്തകൾ തന്നു. അതെല്ലാം കഴിഞ്ഞു പോന്നു. പക്ഷേ ഏറ്റവും പിന്നീട്ടുള്ളൊരു അതിലും വലിയൊരു മിറക്കിൾ എന്ന് പറയുന്നത്, പിന്നെ ഈ 2 വർഷം മുമ്പ് അദ്ദേഹം മരണാസന്നനാകണേനും ഏതാനും നാളുകൾക്ക് മുമ്പ് ഞാൻ ആ സമയത്ത് UAE-യിലായിരുന്നു. എനിക്ക് ഒഫീഷ്യൽ ഒരു കോൾ വരുന്നു, മിഡിൽ ഈസ്റ്റിൽ നിന്ന്
ക്രിസ്ത്യാനികളെ കുറച്ച് റെപ്രസെൻറ്റേറ്റീവ്സ്, അതായത് ഇപ്പോൾ കുവൈറ്റിലൊരു കുറച്ച് ക്രിസ്ത്യാനികളുണ്ട്, ഒരിക്കലും നമ്മൾ പറഞ്ഞ വിശ്വസിക്കില്ല. കുവൈറ്റിൽ ഒഫീഷ്യലി ക്രിസ്ത്യാനികളുണ്ട്, വളരെ ഒരു പെർസെൻറ്റേജ്. മൈക്രോ മൈനോറിറ്റി. വളരെ മൈക്രോ മൈനോറിറ്റി എന്ന് പറയാൻ പറ്റില്ല, അതിലും കുറവ്. ബട്ട് ദേ ആർ വെരി സ്ട്രോങ്. അവർക്ക് അവരുടേതായ ഒരു സ്ഥാനങ്ങളും കാര്യങ്ങളും സർക്കാർ എല്ലാവരും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കോൾ ചെയ്തപ്പോൾ വക്തിക്കാരിൽ നിന്ന് സ്പെഷ്യൽ ഇതുണ്ടായിരുന്നു, ആ സെക്രട്ടറിനെ കൂടി വിളിക്കണമെന്നുള്ളത്. അപ്പോൾ അവർ ആ സമയത്ത് ഹൈനസ് എൻ്റെ ബോസ് മരിച്ചിരുന്നു, ഞാൻ പുറത്തായിരുന്നു, ഞാൻ ആ സമയത്ത് UAE-യിലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് അദ്ദേഹത്തിനെയും കൂടി ക്ഷണിക്കണം. അങ്ങനെ എന്നെ തേടിയെത്തുകയാണ് ചെയ്തത്. എന്നെ വക്തിക്കാരനിൽ നിന്നൊരു ഒഫീഷ്യൽ കോൾ വന്നു, എവിടെയാണ് യൂണിറ്റ് ടു കം. അപ്പോൾ അങ്ങനെ പോയി. സോ ലാസ്റ്റ് അദ്ദേഹത്തിൻ്റെ ചെന്നപ്പോൾ അദ്ദേഹം ഏറ്റവും, ഞാൻ പറഞ്ഞില്ല മിറക്കിൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്നെ ഓർത്തെന്നുള്ളതാണ്. കുവൈറ്റിൽ നിന്ന് വന്നതല്ലേ, ഓർത്തു. എന്നിട്ട് അദ്ദേഹം എനിക്ക് ഒരു സ്പെഷ്യൽ മെഡൽ, കീപ്പ് ഇറ്റ് ആസ് ഒരു മെഡൽ. കാരണം അദ്ദേഹം എന്നോട് ഇങ്ങോട്ട് പറയണേ പ്രേ ഫോർ മീ എന്ന്. ഞാനാകെ ഇദ്ദേഹത്തെ പോലെയുള്ള ഒരാൾ. ബട്ട് ഐ തിങ്ക് എൻ്റെ പുള്ളി പറഞ്ഞു ഞാൻ അധികം നാളുണ്ടാകില്ല എന്നുള്ളൊരു പുള്ളി, ഐ എം സിക്ക്, ഗെറ്റിംഗ് സിക്ക് എന്നൊക്കെ പുള്ളി പറഞ്ഞു. പക്ഷേ ഞാൻ ഇപ്പം നിങ്ങൾ ആ ഫോട്ടോ കണ്ടാൽ മനസ്സിലാവും. അദ്ദേഹം കസേര ഇടിപ്പിച്ചു, കസേരയിട്ടു. കാരണം ഞാൻ ഇതുവരെയും ആരും പോപ്പിൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കുന്നത്, അത്രയ്ക്ക് വലിയ പേഴ്സണാലിറ്റീസ്, അത്രയ്ക്ക് വലിയ നേഷൻ ലീഡേഴ്സ് അങ്ങനെയുള്ള ആൾക്ക്. ബട്ട് ഐ ഹാഡ് ദ പ്രിവിലേജ് ടു ഒരു കസേര എടുപ്പിക്കാൻ പറഞ്ഞു, കസേര എടുത്തു, അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് സംസാരിച്ചു, അദ്ദേഹം ബ്ലെസ് ചെയ്തു. അത് തന്നെ. അപ്പോൾ ഐ ആം ബ്ലെസ്ഡ്. ഒരു ഗംഭീരമായ യാത്രയാണ് ജീവിതയാത്ര. വളരെ ഗംഭീരമായ യാത്രയാണ്. ബിക്കോസ് ഒരു സാധാരണ മത്സ്യത്തൊഴിലാളിയുടെ മകനായി, യാതൊരു ബേസിക് ഒരു സാധാരണ ഒരു BA ഡിഗ്രി ഉള്ള ഒരാൾ, ബട്ട് ഐ ബിക്കെയിം ദ സെക്രട്ടറി ടു ദ മിനിസ്റ്റർ ഓഫ് ഡിഫൻസ്, പ്രൈം മിനിസ്റ്ററിൻ്റെ സെക്രട്ടറി. പിന്നെ ഐ ഹാഡ് ദ പ്രിവിലേജ് ടു ബി ദ പ്രോപ്പർട്ടി മാനേജർ ഫോർ ലോകമെമ്പാടും എവിടെ ഞാൻ, കാരണം ദീസ് ആർ ഓൾ ഫാമിലി സീക്രറ്റ്സ്, ഒരു റൂളിംഗ് ഫാമിലി. അപ്പോൾ എല്ലായിടത്തെയും പ്രോപ്പർട്ടി ഇൻചാർജ് ആകുക, പല മേഖലകളിൽ ഇൻചാർജുകളാകുക, നമ്മൾ യാതൊരു ബന്ധവുമില്ലാത്ത, ഈവൻ ഐ ആം നോട്ട് ആൻ എൻജിനീയർ ബട്ട് ടെക്നിക്കലി എൻജിനീയറിംഗ് സെക്ഷനിലേക്ക് വന്നു. അങ്ങനെ പല ഫ്ലീറ്റ് മാനേജ്മെൻറ്റ്, യോട്ട് മാനേജ്മെൻറ്റ്, എന്തോരം മാനേജ്മെൻറ്റ്സ് ഞാൻ ചെയ്തെന്നും എന്തോരം കാര്യങ്ങളും ചെയ്തു. അതെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു കരുണ കൊണ്ട് മാത്രം, അദ്ദേഹം പഠിപ്പിച്ചൊരു കാരണം. പിന്നെ ഇത്രയും വലിയൊരു ഭരണാധികാരി, അദ്ദേഹത്തിൻ്റെ സുരക്ഷ എന്നിൽ. പിന്നെ ഐ തിങ്ക് എനിക്ക് ചിലപ്പോൾ മേ ബി ഐ എം റോങ് ഓർ മേ ബി, ബട്ട് എനിക്ക് തോന്നുന്നു ഒഫീഷ്യലി വെപ്പൺ ക്യാരി ചെയ്യാനുള്ള ലൈസൻസ് ടു കിൽ ആ ഒരേ ഒരു വ്യക്തി ചിലപ്പോൾ ഞാനാകാൻ, ചിലപ്പോൾ വേറെ ആർക്കും കിട്ടിയിട്ടുണ്ടാകുന്ന എനിക്കറിയില്ല. ബട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് വെപ്പൺ തന്നു കഴിഞ്ഞപ്പോൾ, എൻ്റെ കയ്യിൽ പിസ്റ്റൾസും റിവോൾവറും തന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇഫ് യു ഫീൽ സംബഡി ഈസ് ഗോയിങ് ടു കിൽ മീ, ഷൂട്ട് ദം. സോ ഞാനെപ്പോഴും ഒരു വെപ്പൺ ക്യാരി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു ഇന്ത്യക്കാരനും കുവൈറ്റിൽ വെപ്പൺ ക്യാരി ചെയ്യാനും ലൈസൻസ് ടു കിൽ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. സോ അത് തന്നെ ഞാനിന്നും അത് കാരണത്താലാണ് ഞാൻ അദ്ദേഹം മരിച്ചതിന് ശേഷം വേറൊരാളെ എൻ്റെ ബോസ് എൻ്റെ സ്ഥാനത്ത് വേണ്ട എന്നുള്ളൊരു സ്ഥാനത്താണ് ഞാൻ കുവൈറ്റ് വിടുന്നത്. അപ്പോൾ കാശും സ്ഥാനമാനങ്ങളും നോക്കിയാണ് എനിക്ക് ഇപ്പോഴും. ബട്ട് ഇൻ കുവൈറ്റ് ഷെയ്ഖ് നാസർ അൽ സബ അല്ലാതെ വേറൊരു ബോസ് എനിക്കിനി വേണ്ട എന്നുള്ളൊരൊറ്റ കാരണം. എന്നെ ഞാനാക്കിയത് അദ്ദേഹമാണ്. ആൻഡ് പല മേഖലകളിൽ, ബിക്കോസ് നിങ്ങൾക്കറിയാം അദ്ദേഹത്തിന് ഇന്ത്യനോടുള്ള സ്നേഹം, അത് പ്രത്യേകം ഇതിനകത്ത് പറയേണ്ടതാണ്. കാരണം ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ, ഒരു ഭരണാധികാരി 1969 മുതൽ മുടങ്ങാതെ കേരളത്തിൽ വരുന്ന ഏതെങ്കിലും ഒരു ഗൾഫ് ഭരണാധികാരി, ഇപ്പോൾ പ്രിയനായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ പ്രിയൻ എന്തെങ്കിലും അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ പ്രിയൻ പറയുന്നത് എൻ്റെ വീട് പാലക്കാടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി പറയും പാലക്കാട് എവിടെയാണെന്ന് നിങ്ങളോട് തിരിച്ചു ചോദിക്കും. അത്രയ്ക്കും കേരളത്തിനെ കുറിച്ച് അറിവുണ്ടായിരുന്നതും. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം എനിക്കെടുത്ത് പറയാം. കാരണം അദ്ദേഹം ഒരു പ്രാവശ്യം മൻമോഹൻ സിംഗിനെ കണ്ടപ്പോൾ അദ്ദേഹം മൻമോഹൻ സിംഗിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾ ഡൽഹിയിൽ ഒഫീഷ്യൽ വിസിറ്റ് ആയ ടൈമിൽ പറഞ്ഞത്, എന്തുകൊണ്ടാണ് നിങ്ങൾ കേരളത്തിലെ എയർപോർട്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിനെ
കെ കരുണാകരൻ്റെ പേരിടാത്തതെന്ന് ചോദിച്ചൊരു ലീഡറാണ്. ഇത് കേരളം അറിയേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം ചോദിച്ചു എന്നിട്ട് പറഞ്ഞ് ഇപ്പോൾ കിടക്കുന്ന പേര് ഇദ്ദേഹം എന്തെന്നാണ് ചെയ്തത്, പക്ഷേ കെ കരുണാകരനല്ലേ, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പേര് ഈ എയർപോർട്ടിന് വേണ്ടി ഇടണമെന്ന് പറഞ്ഞ ഒരു ഭരണാധികാരി. ഇപ്പം മറ്റുള്ള ഭരണാധികാരികൾക്ക് ആർക്കും തന്നെ അറിയാൻ പാടില്ല. കെ കരുണാകരൻ എന്ന് പറഞ്ഞൊരു പുള്ളിക്ക് ഹൈനസിന് അറിയാവുന്ന ഒരു 2 വ്യക്തിത്വങ്ങളായിരുന്നു. കെ കരുണാകരനെ കുറിച്ച് അദ്ദേഹം വായിച്ചിട്ടുണ്ട്, കെ നായനാറിനെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് അദ്ദേഹം വലിയൊരു മോദി ഫാൻ കൂടിയായിരുന്നു അവസാനം. കാരണം അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു മോദി വിൽ മേക്ക് ഇന്ത്യ ഗ്രേറ്റ്. കാരണം അത് അദ്ദേഹത്തിൻ്റെ ഒരു വീക്ഷണമായിരുന്നു. അതിഗംഭീരമായ ജീവിതാനുഭവമാണ്. എന്തായാലും കേട്ടിരുന്നാൽ അത് തുടർന്നുകൊണ്ടേയിരിക്കും. നമുക്ക് പക്ഷേ പറഞ്ഞു തീർന്നു കഴിഞ്ഞാൽ സി ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു 23 വർഷത്തെ ഒരു യാത്ര ഒരു ചെറിയൊരു യാത്രയല്ല. ഒരു എന്താ പറയുക, ഓരോ ദിവസവും ഓരോ പുസ്തകമായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള. അദ്ദേഹത്തിൻ്റെ ആത്മാവെന്നും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായും അങ്ങനെയാണ് ഒരു BJP-യിലേക്ക് എത്തി എന്നുള്ളതാണ്. സി എൻ്റെ ബോസ് പറഞ്ഞ ഓർമ്മയുണ്ട്, മോദി വിൽ മേക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗെയിൻ. സോ ഇഫ് എ പേഴ്സൺ ഇസ് ഗോയിങ് ടു മേക്ക് അവർ മൈ കൺട്രി ഗ്രേറ്റ്, എന്തുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പിന്തുടർന്നുകൂടാ? തീർച്ചയായും. വളരെ നന്ദി സർ. താങ്ക് യു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഇന്ത്യ ലൈവിന് നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ആയിട്ടാണ് ലഭിക്കേണ്ടത്. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഇന്ത്യ ലൈവിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ചാനലിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയും. അവിടെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ഐക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങളിലേക്ക് എത്തും. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക.